ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടൊരു മുട്ട വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കാൻ പോകാം. ഈ വെക്കേഷൻ്റെ ടൈമിൽ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കുമല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. 4 മണിക്കായിട്ട് വലിയവർക്കാണെങ്കിൽ പോലും കഴിക്കാവുന്ന രീതിയിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മുട്ട ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിന് ആദ്യം വേണ്ടത് മുട്ടയാണ്. മുട്ടയെടുത്ത് പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് അതിലോട്ട് കത്തിച്ച് 2-3 വര കൊടുക്കാം. ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് ചേർത്ത് പിടിപ്പിക്കാനാട്ടോ. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മുട്ടയിലോട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങി അതിലോട്ടിടുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഇത് നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മുട്ട പുഴുങ്ങി 2 മുട്ടയിലോട്ടും ഉപ്പും കുരുമുളക് പൊടിയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം അത്യാവശ്യം നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനുശേഷം ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴങ്ങാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റമാണല്ലോ. അപ്പോൾ കിഴങ്ങെടുത്തു. കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി അത് ഉടച്ചു. അല്പം ഉപ്പ് മാത്രം ചേർത്താട്ടോ പുഴുങ്ങിയത്. പിന്നെ എന്നിട്ട് കുറച്ച് ചതച്ച മുളകും വറ്റൽമുളകും ചേർത്ത് അല്പം കുരുമുളക് പൊടി, ഇതൊക്കെ എരിവിന് ആവശ്യമാകുന്ന രീതിയിൽ ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും ചേർത്ത് മസാല നമുക്ക് ഗരം മസാലയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഗരം മസാലയും ചേർത്ത് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയോ മല്ലിയിലയാണ്. നമ്മളിവിടെ എടുത്തേക്കുന്നത് കറിവേപ്പില. ഇത് രണ്ടിൽ ഏത് ചേർത്താലും നല്ലതായിരിക്കും. നമ്മൾ എടുത്തേക്കുന്നത് കറിവേപ്പിലയാണേ. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ലൂസാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഇത് കണക്ക് ബ്രെഡ് ക്രംസ് ഇട്ടാൽ മതി. നോക്കട്ടെ, ഒത്തിരി ലൂസായിട്ടില്ല. പിന്നെ അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിന് ജസ്റ്റ് ഒരു തുള്ളി ഉപ്പിട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിൻ്റെ മഞ്ഞ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുമിക്കാൻ വേണ്ടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തീ പിടിപ്പിക്കുക. ചീനച്ചട്ടിയിലോട്ട് നമ്മൾ അവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ മസാല മിക്സ് നമ്മുടെ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ടാണ് ഈ മസാല മിക്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കും. നമുക്കിത് കുറച്ചും കൂടെ വേണമെങ്കിൽ തിന്നാക്കാം കേട്ടോ. ഞങ്ങൾ എടുത്തേക്കുന്ന ഒരല്പം കട്ടി കൂടിപ്പോയി. അപ്പോൾ കുറച്ചും കൂടെ തിന്നാക്കിയിട്ട് നല്ല രീതിക്ക് നമ്മുടെ ചിക്കൻ്റെയൊക്കെ കാല് കണക്ക് നല്ല രീതിക്ക് വെറൈറ്റി ആയിട്ട് വേറൊരു ഷേപ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ മുട്ടയിലോട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്തു. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടി ഏതായാലും കുഴപ്പമില്ല. അതിലോട്ട് ഒന്ന് കവർ ചെയ്തെടുത്ത് തിളച്ച എണ്ണയിലോട്ട് നമ്മൾ ഇടുവാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട വെന്തതാണ്, നമ്മുടെ കിഴങ്ങും അതൊക്കെ വെന്താവുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് എടുത്താൽ മതി. നമ്മൾ ഒന്നാമത്തെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫില്ലാവും കേട്ടോ. ഇതൊക്കെ നമുക്ക് കാടമുട്ടയ്ക്കകത്തൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴിച്ചിട്ട് പൊക്കോളൂ. അങ്ങനെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ട ചായ എടുത്ത് 4 മണിക്ക് കഴിക്കാം. ഓക്കെ, താങ്ക് യു.